ഇത്തരം പരസ്പര ആരോപണങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ തലച്ചോറ് തന്നെ മലിനസമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ജനങ്ങളെ രക്ഷിക്കാൻ വരുന്നതല്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് യാതൊരു നേതാവിനെയും ഏതൊരു MLA യും ഏതൊരു MP നെയും കാണാത്ത സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇന്ന് നമ്മൾ ജീവിച്ചു പോകുന്നത്. കാരണം തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ, ആ തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ എന്തെല്ലാം കുറവുകളുണ്ടെന്ന് ഇന്നേ വരെ തൊഴിലാളി വർഗ പാർട്ടിയായ ഒരൊറ്റ പാർട്ടികളും ജനങ്ങളോട് ചോദിച്ചിട്ടില്ല. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറയുന്നത് ഏതടിസ്ഥാനത്തിലാണ്? വർഗ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർഗത്തിൻ്റെ ഓരോ പ്രതിനിധികളെയും നിയമസഭയിൽ എത്തിക്കാൻ വർഗ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ബാധ്യതയുണ്ട്. ഞങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് പറയുമ്പോൾ ആ പാർട്ടി ചെയ്യേണ്ട കടമ എന്താണ്? ആ പാർട്ടി ഒരു കാരണവശാലും അഴിമതി നടത്താൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ ആ പാർട്ടി ഒരിക്കലും അധികാരത്തിൻ്റെ ദൂരത്തിൽ മുങ്ങിപ്പോവാനും പാടില്ല. അവരെപ്പോഴും ജനങ്ങളുടെ ഇടയിൽ ജീവിക്കണം. ഈ തൊഴിലാളി വർഗ പാർട്ടിയാണ്, പാവപ്പെട്ടവൻ്റെ പാർട്ടിയാണെന്ന് പറയുമ്പോൾ ഈ പാർട്ടികളുടെ ചുമതലകൾ എന്താണ്? ഒരു അടിസ്ഥാനത്തിലുള്ള ഒരു പാവപ്പെട്ട വിഭാഗത്തിൻ്റെ പക്ഷം പിടിച്ച് പോരുമ്പോൾ ഈ പാർട്ടിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയ ധാരയിൽ മത്സരിക്കുന്ന ഒരാളും ഒരു തരത്തിലും ഒരു തൊഴിലെടുക്കാത്ത വ്യക്തികളാണ്. അവരുടെ മെയിൻ തൊഴിലെന്ന് പറയുന്നത് ഇടതുപക്ഷ ഫാക്ടറിയിൽ പോയിട്ട് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുക എന്നുള്ള ഒരൊറ്റ തൊഴിലായിട്ട് അവർ മാറ്റിയെടുത്തിട്ടുണ്ട്. തൊഴിലാളി വർഗ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മേഖലയിലുള്ള ഓരോ വിഭാഗം തൊഴിലാളികളുടെ പ്രതിനിധികളെ നിയമസഭയിൽ മത്സരിപ്പിക്കാൻ ഇന്നേ വരെ ഒരു ഇടതുപക്ഷ പാർട്ടിയും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുതിർന്നിട്ടില്ല. ഒരു തൊഴിലാളി നേതാവിനെയും മത്സരിപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല. അതിന് കാരണം എന്താണ്? തൊഴിലാളികളെ ജാഥയിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയോ? തൊഴിലാളികൾ ഇവിടുത്തെ ജാഥകളുടെ വരിയുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ളവർ മാത്രമാണോ? അതോ അവർക്ക് ജനാധിപത്യത്തിൽ വലിയ പ്രാധാന്യം രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്നുണ്ടോ? തുടങ്ങിയ എത്രയോ ചോദ്യങ്ങൾ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയത്തോട് ചോദിക്കാനുള്ള കുറേ ചോദ്യങ്ങൾ നമ്മളെ ഒഴിവാക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ ജീർണത മലയാളി തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ തൊഴിലാളി സംഘടനകൾ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ആരും തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിപ്പെടുന്നില്ല. അവരെ മത്സരിപ്പിക്കാൻ തയ്യാറാവുന്നില്ല. വിവിധ തൊഴിലാളി മേഖലയിലെ പല പ്രക്ഷോഭങ്ങളും മുഖ്യധാര രാഷ്ട്രീയ മുതലാളിമാർ കണ്ടില്ലെന്ന് നടിക്കുന്നതിൻ്റെ പ്രധാന കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തൊഴിലാളി നേതാക്കളെ ഒഴിവാക്കുന്നത് വലിയൊരു ജനാധിപത്യ ലംഘനമായിട്ട് ചിത്രീകരിക്കേണ്ടതാണ്. അത് മുഖ്യധാര പാർട്ടികൾ അല്ലെങ്കിൽ മുഖ്യധാര പാർട്ടിക്കകത്തെ ബദൽ ശക്തികൾ അല്ലെങ്കിൽ മുഖ്യധാര മാധ്യമങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് ഒരു പങ്കാളിത്തം നൽകാതെ രാഷ്ട്രീയ പാർട്ടികളിലെ പടച്ചാക്കുകൾക്ക് വേണ്ടി മത്സരിപ്പിക്കുന്ന ഒരു നിയമസഭാ നിർമ്മാണ സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളെ പരമാവധി ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്ന് ജനങ്ങൾക്ക് തന്നെ ബോധ്യം വന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യം തിരികെ പിടിക്കാൻ ഓരോ പൗരനും ജാഗ്രത പുലർത്തേണ്ടതാണ്.